അങ്ങയുടെ ഉമ്മാൻ്റെ ഉമ്മ വരെ നിലവിളക്ക് കൊളുത്തി ചന്ദനക്കുറിയൊക്കെ തൊട്ട് നടന്നിരുന്നവരാണ്. അവരെയൊക്കെ ഉപേക്ഷിച്ചായിരുന്നോ? ലക്ഷ്മിയേച്ചിയെ, ഞങ്ങളുടെ വാപ്പാടെ അച്ഛൻ, ഞങ്ങളുടെ ഉമ്മാടെ അമ്മ, ഇവരാരും പൊട്ടു തൊട്ടിട്ടില്ല. പൊട്ടു തൊടാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലായിരുന്നു, മറിച്ച് അവർക്ക് പൊട്ടു തൊടാനുള്ള അവകാശമില്ലാത്തത് കൊണ്ടായിരുന്നു. എന്തിനേറെ ഏച്ചിയെ, ഞങ്ങളുടെ വാപ്പാടെ അച്ഛൻ മൂക്കിന് താഴെ മുളക്കുന്ന മീശ പോലും വെക്കാൻ അവകാശമില്ലായിരുന്നു. ഞങ്ങളുടെ പൊന്നമ്മച്ചിക്ക് മാറ് മറക്കാൻ അവകാശമില്ലായിരുന്നു. മാറ് മറക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അമ്മച്ചി കരം കൊടുക്കണമായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛന് മുട്ടിന് താഴെ മുണ്ടുടുക്കാനുള്ള അവകാശമില്ലായിരുന്നു. എന്തിനേറെ ഏച്ചിയെ, കേൾക്കണോ നിങ്ങൾക്ക്? ഞങ്ങളുടെ വാപ്പാടെ അച്ഛൻ അവർ കഴിക്കുന്ന ആഹാരത്തെ ആഹാരം എന്ന് പോലും പറഞ്ഞുകൂടാ. പറയേണ്ടത് അരിക്കണ്ടി എന്നാണ്, നിന്ദിച്ച് പറയണം. അവർ താമസിച്ചിരുന്ന സ്വവസതി ഭവനം എന്ന് പറഞ്ഞുകൂടാ. ചാണകക്കുണ്ട് എന്ന് പറയണമായിരുന്നു. ഞങ്ങൾക്ക് ഉപ്പ് എന്ന് പറയാനുള്ള അവകാശമില്ല, ഉളിച്ചതെന്ന് പറയണമായിരുന്നു. ഞങ്ങൾ ആരുടെയും കണ്ണിൽപ്പെടാൻ പാടില്ല, ദൃഷ്ടിദോഷം സംഭവിക്കും. ഞങ്ങൾ പൊന്തക്കാടിൻ്റെ ഉള്ളിൽ നൂന്ന് നടക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെ പാറ്റയും പല്ലിയും പഴുതാരയൊക്കെ എഴഞ്ഞു പോകുന്ന വഴിയിലൂടെ ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള അവകാശമില്ലായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരിറ്റ അവകാശത്തിന് വേണ്ടി മഹാത്മാഗാന്ധിജി വന്നപ്പം വൈക്കത്തെ മനയിലെ ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരി പറഞ്ഞു, നീച ജന്മങ്ങളാണ്, അവരെ വഴി നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്തിനേറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോലും അവകാശമില്ലായിരുന്നു. ചേച്ചിക്കറിയോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോലും അവകാശമില്ലായിരുന്നു. ഞങ്ങളുടെ പഞ്ചമി സ്കൂളിൽ പോയപ്പോൾ പല പിള്ളേർ കൂടെ പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ പഠിക്കത്തില്ല എന്ന് പറഞ്ഞ് അവർ സ്കൂൾ ബഹിഷ്കരിച്ചു. 2 കൊല്ലക്കാലമാണ് കേരളത്തിൻ്റെ കൃഷിഭൂമി തരിച്ചു കിടന്നത്. അങ്ങനെ ഞങ്ങളെ വെറും നീച ജന്മങ്ങളായാണ് കണ്ടത്. അന്ന് മാത്രമല്ല, ഞങ്ങളുടെ വാപ്പാടെ അച്ഛൻ്റെ കാലഘട്ടം മാത്രമല്ല, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? കേട്ടു നോക്ക്. അതേടാ, നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കൊക്കെ നല്ല നാറ്റമാണ്. കാരണം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെന്നൊക്കെ പറയുമ്പോൾ നിന്റെയൊക്കെ തലച്ചോറിലുണ്ടാകുന്ന ആ ക്ലോസറ്റ് ചിന്താഗതിയില്ലേ, ഞാൻ SC ആയതുകൊണ്ടും നിങ്ങൾ ദേഹം നല്ല സ്മെല്ലാണ്, അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ദുഷിച്ച മനസ്സുള്ള മനുഷ്യ 21-ാം നൂറ്റാണ്ടിലും ജാതിപരമായി ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കണ്ട ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നിന്ദിച്ച് പറയുന്നത്. ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നു, ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട്. ഈ ഞങ്ങൾക്ക് ഇന്ന് 2026 ഈ അവസ്ഥ ആയിരുന്നെങ്കിൽ 1934 ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി ഹിന്ദു എന്ന പട്ടികയിൽ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളെ മനുഷ്യരായിട്ട് കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ എവിടെയെങ്കിലും ആരാധനാലയത്തിൽ കയറ്റുമായിരുന്നു? മുഴുത്ത ഒരു ജീവിക്ക് തരുന്ന അവകാശമെങ്കിലും ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് കൊടുത്തിരുന്നു. പിന്നെയാണോ ഞങ്ങളുടെ വാപ്പാടെ അച്ഛൻ പൊട്ടു തൊട്ട കഥ പറയുന്നത്? ഞങ്ങളുടെ ഉമ്മാടും അമ്മ പൊട്ടു തൊട്ട കഥ പറയുന്നത്? പൊട്ടു തൊടുകയെന്ന് മാത്രമല്ല, മൂക്കിൻ്റെ താഴെയുള്ള മീശ പോലും വെക്കാൻ അവകാശം വന്നില്ലായിരുന്നു പൊന്നാരക്കരളെ. അണ്ട് ലക്ഷ്മിയേച്ചിയെ അതൊന്നും പറഞ്ഞു വരരുത്. സഹിക്കാത്തോണ്ടാ. അന്ന് ഇത്രയും വലിയ പരീക്ഷണത്തിൻ്റെ കൊടുമുടിയിൽ ഞങ്ങളുടെ വാപ്പാടെ അച്ഛനും ഉമ്മാടെ അമ്മയൊക്കെ ജീവിച്ചപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി എന്താ ചെയ്തതെന്ന് അറിയാവാ? സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, അവർണർക്ക് നല്ലത് ഇസ്ലാമെന്ന്. അന്ന് പണ്ഡിറ്റ് കർപ്പൻ എഴുതി, അല്ല ഇവനൊരു പുലയനല്ലേ, അള്ളാഹ് മതം നാളെ സ്വീകരിച്ചാൽ ഇല്ലത്തും പോകാൻ ജ്ഞാനപ്പെണ്ണേ, നോക്കൂ സുന്നത്തിൻ മഹാത്മ്യം ജ്ഞാനപ്പെണ്ണേ. അന്ന് മുസ്ലിമീങ്ങൾക്ക് എല്ലായിടത്തും പോകാം. ഒരാൾ ഇസ്ലാമിലേക്ക് പോയാൽ അയക്കോ എവിടെയും പോകാം, ആരോടും മിണ്ടാം, എവിടെയും കീറിച്ചെല്ലാം. എത്രയോ ദൂരം വഴി തെറ്റി നിന്ന് ഏഴച്ചർമ്മം പോയി തൊപ്പിയിട്ടാൽ ചിത്രാവതത്തിൽ ചാരത്തിരിക്കുവാൻ ഒട്ടും പേടിക്കുന്ന നമ്പുരാർ ആശാൻ ദുരവസ്ഥയിൽ എഴുതിയിട്ടുണ്ട്. അവർക്ക് നല്ല സുഖമായിരുന്നു. അപ്പോൾ ഒരാൾ തൊപ്പിയിട്ട് മുസ്ലിം ആയാൽ പിന്നെ അയാൾക്ക് തൊട്ടുകൂടായ്മയില്ല, ദൃഷ്ടിദോഷമില്ല, ഒന്നുമില്ല. അന്നും ഇന്നും നമ്മൾ ഈ അവസ്ഥയിലായി. സുമേഷ് കറക്കിക്കോട്ടെ, കറക്കടാ സുമേഷ്, ചേച്ചിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ട്. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കടാ.